ഇന്ന് ഹൃദയദിനമാണ്. ഹൃദയദിനം ആരോഗ്യത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ ഈ ഹൃദയദിനത്തെക്കുറിച്ച് പറയുന്നത്. എന്നാൽ നമ്മൾ ആലങ്കാരികമായോ സാഹിത്യമായോ മാനവികമായോ തത്വചിന്താപരമായോ ഒക്കെ പറയുമ്പോൾ ഹൃദയശൂന്യരായ മനുഷ്യരുടെ എണ്ണം ഒരുപാട് കൂടി വരുന്നൊരു കാലം കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യർക്കിടയിൽ തീവ്ര വർഗീയത, വിദ്വേഷം, വെറുപ്പ് ഇതൊക്കെ വല്ലാണ്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുമിച്ച് സഞ്ചരിക്കുമ്പോഴും ഒരുമിച്ച് ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ ഏറ്റവും സ്നേഹത്തിൻ്റെ ഹൃദയബന്ധങ്ങളുടെ ചരിത്രങ്ങൾ പറയുന്ന നമ്മളൊക്കെയും വളരെ പെട്ടെന്ന് നമ്മുടെ ഒരു ആഗ്രഹങ്ങളോ താല്പര്യങ്ങളോ നടക്കാതെ വരുമ്പോഴോ വിരോധിക്കുമ്പോഴോ പെട്ടെന്ന് അവൻ ഹിന്ദുവും അവൻ ക്രിസ്ത്യാനിയും അവൻ മുസ്ലിമുമായി തീരുന്ന ഒരവസ്ഥയുണ്ട്. ഒത്തിരി പ്രകടനപരത നമ്മൾ പലപ്പോഴും പറഞ്ഞു ഫലിപ്പിക്കുമ്പോഴും അതിനപ്പുറത്ത് ഉള്ളിലെവിടെയൊക്കെയോ നിറയുന്ന ഒരു അന്യമത വിരോധം അത് പല രൂപത്തിലും ഭാവത്തിലും ഇന്ന് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇത് പൊതുസമൂഹത്തിൻ്റെ മാത്രം വിഷയമല്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ മൂല്യങ്ങളെ, ഹൃദയത്തിൻ്റെ മനോഹാരിതയെ, ഹൃദയത്തിൻ്റെ ധാർമ്മികതയൊക്കെ തലച്ചോറിൻ്റെ ഗണിതങ്ങൾ, തലച്ചോറിൻ്റെ കണക്കുകൾ, തലച്ചോറിൻ്റെ ചിന്തകൾ അതൊക്കെയും ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ഇന്ന് രാവിലെയും കേട്ടത് 3 ആണുങ്ങളായ സഹോദരന്മാർ പരമ്പരാഗതമായി കിട്ടിയ, അവരധ്വാനിച്ചതുമല്ല, അവരെ കൊണ്ടൊന്നും അധ്വാനിക്കാനും പറ്റിയില്ല, അവർ ചില പ്രത്യേക ആളുകളാൽ സൃഷ്ടിക്കപ്പെട്ടു, അതിന് അവർ കാരണമായി എന്നുള്ളതുകൊണ്ട് മാത്രം മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച വസ്തുവിന് വേണ്ടി തമ്മിലടിച്ച കഥ കേട്ടുകൊണ്ടാണ് ഇന്നത്തെ പ്രഭാതവും ആരംഭിച്ചത്. ഒരു സഹോദരനെ വേറൊരു സഹോദരൻ മുട്ടൻ ഈ പറയുന്ന നമ്മുടെ ഇവിടെയൊക്കെ പറയുമ്പോൾ മൺവെട്ടിയുടെ കൈകൊണ്ട്, കയ്യിൽ ഉപയോഗിക്കുന്ന തടി കൊണ്ട് അടിച്ച് താഴെ ഇടുകയും എന്നിട്ട് സ്റ്റേഷനിൽ പോയി അയാളുടെ ഭാര്യയെ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുകയും ചെയ്യുന്ന കാലമാണ്. പണ്ടൊക്കെ നമ്മളിത് പറയും, ഒരു ശരാശരിയിൽ താഴ്ന്ന കുടുംബങ്ങളിൽ ചിലപ്പോൾ അവരുടെ സാമൂഹിക സാമ്പത്തിക ദുർബലാവസ്ഥയിൽ അല്ല, ഇന്ന് സമ്പത്തുള്ളിടങ്ങളിലും അത്തരം ഇടങ്ങളിലുമൊക്കെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഹൃദയദിനത്തിൽ ഹൃദയബന്ധങ്ങളെ, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ഹൃദയം നമ്മളോട് പറയുന്ന കാര്യങ്ങളെ കൂടി ശ്രദ്ധാപൂർവം കേൾക്കാനും ഇടയ്ക്കൊക്കെ അതിനോട് വർത്തമാനം പറയാനും അതിൻ്റെ താളമാണ് ജീവിതത്തിൻ്റെ സംഗീതമെന്ന് തിരിച്ചറിയാനും അവസാനിക്കുന്നതോടുകൂടി നമ്മളൊക്കെയും പ്രത്യേകിച്ച് അജണ്ടകളൊന്നുമില്ലാത്ത വെറും പാവങ്ങളും നിർദോഷികളും നിഷ്കളങ്കരുമായി തീരുന്നു എന്നുള്ള യാഥാർത്ഥ്യവും ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയിൽ ഓർത്തു വെക്കുന്നത് നല്ലതാണ്. അതതിൻ്റെ ഒരു ഭാഗം. രണ്ടാമത്തേത് മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ആ മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ട കാര്യം ഡോക്ടർ അലോക് ചോപ്ര എന്ന് പറയുന്ന ഒരു കാർഡിയോളജിസ്റ്റ്, അദ്ദേഹം പറയുന്ന വാക്കുകളാണ് പങ്കുവെക്കാനുള്ളത്. അദ്ദേഹം പറയുന്നത് കൊളസ്ട്രോളിനെ കുറിച്ചാണ്. ഈ ഹൃദയത്തിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കൊളസ്ട്രോളിനെ അതിഭീകരവും അതിദാരുണവുമായ എന്തോ ഒരു വസ്തുവായി കാണുകയും അതിനെ അത്തരത്തിലൊരു ശരീരത്തെ ആക്രമിക്കാൻ വരുന്ന കൊളസ്ട്രോൾ ഉണ്ടോ ഓഹ് എന്ന് പറഞ്ഞു പോകുന്ന തരത്തിലേക്ക് കൊളസ്ട്രോളിനെ ഒരു വില്ലനായി ചിത്രീകരിക്കുകയും ഒപ്പം ചില അലോപ്പതി ഡോക്ടർമാരെങ്കിലും, ചിലരല്ല നല്ലൊരു ശതമാനം പേരും, മുട്ടയും ഇറച്ചിയും അതും ഇതുമൊക്കെ പറഞ്ഞ് ഭക്ഷണം മുഴുവൻ കൊളസ്ട്രോളിൻ്റെ പേരിൽ കഴിപ്പിക്കാതിരിക്കുകയും രാവിലെയും വൈകിട്ടും ഗുളിക കഴിപ്പിക്കുകയും ചെയ്യുന്നൊരു കാലം കൂടിയാണ്. ആ സന്ദർഭത്തിൽ ഈ ഡോക്ടർ പറയുന്ന വാക്കുകൾ ശ്രദ്ധാപൂർവം കേൾക്കുന്നതും ഈ ദിവസത്തിന് നല്ലതാണെന്ന് തോന്നുന്നു. അതൊന്ന് കേൾക്കാം. Is this controversy about cholesterol, is it friend or foe? First of all, cholesterol has become a swear word. Everybody thinks it's evil. And the moment the cholesterol goes around 200, everybody gets a pill. You must understand that cholesterol is essential for life. Where does cholesterol come from? I put this question to most of my patients and they'll say, obviously from food. I said, yes. Yes? Not at all. 85% of the cholesterol is made by our body. If something is made in our body, how can it be made? किससे हो सकता है? Cholesterol is deeply linked with our immunity. Does a damn good job for that. Deactivating bacteria, controlling infections, protecting damage, reducing the chances of AIDS, Alzheimer's, recovery from illness. All that is done by cholesterol. So the cholesterol varies in different times of the day, different seasons, different parts of the year. With winter it increases, with summer it decreases, it increases after infections, increases after surgery, dental treatment, even stress increases it. And when we are relaxed, then the cholesterol comes down. You seem to be a little bit in love with cholesterol. I think I noticed a spark in your eyes right now when you were talking about it. Well, that's true. I love cholesterol, and I always tell people, do you know what my cholesterol is?
Take a deep breath. It's 325. Really? Yes, it is. And I'm still alive. ഡോക്ടർ അലോക് ചോപ്ര പറയുന്നതാണ്. വളരെ സംക്ഷിപ്തമായി പറഞ്ഞാൽ കൊളസ്ട്രോള് ഒരു ശത്രുവല്ല, അതൊരു സുഹൃത്താണ്, മിത്രമാണ്. കൊളസ്ട്രോൾ നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ ശരീരത്തിൻ്റെ പല ഫങ്ഷൻസിനും ആവശ്യമുള്ളതാണ്. കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്നാണ്. 85% ഓഫ് ദ കൊളസ്ട്രോൾ. ഒരുപാട് പേർ വിശ്വസിക്കുന്നത് ഇതെല്ലാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണെന്നാണ്. പണ്ടൊരു ഹോമിയോ ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കഥയുണ്ടായിരുന്നു. ഈ കഴിക്കുന്ന ഭക്ഷണമെന്ന് പറയുമ്പോഴും നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്നത് മുട്ട, ബീഫ് എന്നൊക്കെ പറയുന്ന സംഗതിയാണ്. അല്ലെന്നാണ് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ കൊളസ്ട്രോൾ വർദ്ധിക്കുന്നത് നമ്മൾ ഈ ഷുഗർ കൂടുതലുള്ള ഭക്ഷണങ്ങൾ, നമ്മളിപ്പോൾ ഈ പുഴുക്കലരി എന്നൊക്കെ പറയുന്ന അരി അതുപോലുള്ളത് കഴിക്കുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ലിവർ ആക്ട് ചെയ്യുകയും ആ ലിവർ അതിനുവേണ്ടി പുറപ്പെടുവിക്കുന്ന എൻസൈമുകൾ ആ ആക്ഷൻ കഴിയുമ്പോൾ അത് പിന്നെ കൺവേർട്ട് ചെയ്യപ്പെട്ട് കൊളസ്ട്രോളായിട്ട് വരുന്നതാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് അരിയാഹാരം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഉപേക്ഷിച്ച് നിങ്ങൾ ബീഫോ മുട്ടയോ എത്ര എണ്ണം കഴിച്ചാലും കൊളസ്ട്രോൾ കൂടത്തില്ലെന്നാണ്. ഏതായാലും അത് ഇദ്ദേഹം പറഞ്ഞില്ല, അതൊരു ഹോമിയോ ഡോക്ടർ പറഞ്ഞത് ഞാൻ പണ്ട് പങ്കുവച്ചിരുന്നു, സാമൂഹ്യ മാധ്യമത്തിൽ വലിയ വൈറലായിരുന്നു. ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് ഇത് ഈ പറഞ്ഞ ശരീരത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. അൾഷേമേഴ്സ്, ഏജിങ് പോലെയുള്ളതിനെ കൺട്രോൾ ചെയ്യുന്നു, ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നു, നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധം ഉണ്ടാക്കുന്നു, ഇതെല്ലാം ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല 85% ശരീരം ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ശരീരത്തിന് ഹാനികരമായ എന്തെങ്കിലും വസ്തു ശരീരം തന്നെ സ്വയമേവ ഉൽപ്പാദിപ്പിക്കുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതായത് ആ മെക്കാനിസം അങ്ങനെയാണ് നടക്കുന്നത്. എന്ന് മാത്രമല്ല ഇത് പല സന്ദർഭങ്ങളിൽ പല രീതിയിൽ വ്യത്യാസം വരുന്നു. രാവിലെയുള്ള ലെവല്, വൈകിട്ടുള്ള ലെവല്, സീസൺസിനനുസരിച്ച്. അദ്ദേഹം പറയുന്നുണ്ട് ചൂട് കാലത്ത് എന്ത് സംഭവിക്കുന്നു, തണുപ്പ് കാലത്ത് എന്ത് സംഭവിക്കുന്നു, ഇൻഫെക്ഷൻസ് വരുമ്പോൾ ഇത് കൂടുന്നു, പിന്നെ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ കൊളസ്ട്രോൾ കൂടുന്നു, എന്തിന് സ്ട്രെസ്സ് വർദ്ധിച്ചാൽ തന്നെ കൊളസ്ട്രോൾ കൂടുന്നു, എന്നാൽ റിലാക്സ്ഡ് ആകുമ്പോൾ ഇത് കുറയുകയും ചെയ്യുന്നു. എന്നിട്ട് അവസാനം അദ്ദേഹം സാഹസികമായൊരു വർത്തമാനം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കൊളസ്ട്രോൾ ലെവൽ 325 പറഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ അലോക് ചോപ്ര എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഗൂഗിളിലൊക്കെ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഇനി 325 ഹെൽത്തി ആണ് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അദ്ദേഹമാണത് പറഞ്ഞത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ കൊളസ്ട്രോളിനെ വലിയ ഭീകരന്മാരാക്കി അതിൻ്റെ മരുന്ന് കച്ചവടം ചെയ്യുന്നതിന് പിന്നിൽ ഒരു ലോബി ഉണ്ടെന്നുള്ള കാര്യം വളരെ കൃത്യമാണ്, വ്യക്തമാണ്. കാരണം അതിന് മാത്രം വിൽക്കുന്ന മരുന്ന് കോടിക്കണക്കിന് രൂപയുടേത് വരും. അപ്പോൾ അഥവാ ഇനി ഉണ്ടെങ്കിൽ പോലും അതൊരു സീൽഡ് നെക്ടർ, അഥവാ ഇങ്ങനെ മൂടപ്പെട്ട മധുരം എന്ന് പറയുന്നത് പോലെ അതിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയുന്ന, അതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന കായിക അധ്വാനങ്ങളും ശാരീരിക സംഗതികളും ഉല്ലാസവും ഒക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് മരുന്ന് കഴിക്കുന്നതിനേക്കാൾ ഉചിതമെന്നാണ് ഈ ഹൃദയദിനത്തിൽ നിങ്ങളുമായി ഞാൻ സംസാരിച്ച ചില ഡോക്ടർമാരുടെയും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ചിലരുടെയും വാക്കുകളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്.